അപ്പൊ നമ്മളൊക്കെ എന്ത് ചെയ്യുന്നതിന്റെ പിന്നിലും ഉള്ളിലൊരു സ്വാർത്ഥ സ്വഭാവമുണ്ട്, ഉണ്ടോ ഇല്ലയോ? അപ്പൊ ആ സ്വാർത്ഥത വെച്ച് നിസ്വാർത്ഥത നമ്മൾ ചെയ്യുമ്പോഴും ഈ നിസ്വാർത്ഥ ജീവിതം എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ പലരും പറയില്ലേ, ഞാൻ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കണു, ഞാൻ ഓഫീസിൽ കാര്യമായിട്ട് പണിയെടുക്കണു, എന്നാൽ അൾട്ടിമേറ്റ്ലി ഇവരൊക്കെ എന്താ നേടുന്നത് ചോദിക്കൂ എന്നുള്ള. ഫൈനലി ഇവർ നേടുന്നത് കുറെ മെന്റൽ പ്രോബ്ലംസ് ആണ്. സമാധാനവും സ്വസ്ഥതയും മനസ്സിൽ ഇല്ല. അപ്പൊ ഇവരെന്ത് ജീവിതമാണ് നയിച്ചത്? അപ്പൊ ഇതിനെന്താ കാരണം? അതാണ് കൃഷ്ണൻ നമുക്ക് ആ കാരണം കാണിച്ചു തരികയാണ്. എന്താ കാരണം? നമ്മൾ പലതും പ്രതീക്ഷിച്ചു, പക്ഷെ പ്രതീക്ഷിച്ച പോലെ അല്ല കാര്യങ്ങൾ നടന്നത്. ചിലർ നമ്മളെ ചതിക്കാൻ നോക്കണു, വഞ്ചിക്കാൻ നോക്കണു, ചിലർ പീഡിപ്പിക്കാൻ നോക്കുന്നു, അല്ലേ? പല രീതിയിലുള്ള കാമക്രോധം, ഓരോരുത്തരുടെയും സ്വാർത്ഥത പല രൂപത്തിലാണ് വരിക. ചിലവരിൽ കാമം, ക്രോധം, ചിലരിൽ അവരുടെ കാര്യങ്ങൾ നടത്തുന്നു, മോഹം, മതം, മാത്സര്യം, ഈ രീതിയിലൊക്കെ അങ്ങനെ തിരിച്ചടിക്കാൻ തുടങ്ങുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ, ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല, അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാതെ നമ്മൾ കടന്ന് ചക്രശ്വാസം വലിക്കുക. ഇപ്പൊ ജീവിതത്തിന്റെ പ്രശ്നം മനുഷ്യൻ അനുഭവിക്കുന്നത് അവനവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചടികളിൽ നിന്നും അവനവന് പുറത്തും കടക്കാൻ പറ്റുന്നില്ല. പിന്നീട് എങ്ങനെയാണ് ജീവിതത്തെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നും അറിയുന്നില്ല. ആകെ ഒരു മനുഷ്യൻ്റെ ഈ വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറഞ്ഞ പോലെ, അർജുനൻ ഇതികർത്തവ്യാമൂഢനായി നിന്ന പോലെ പലരും ജീവിതത്തിൽ ഒരു ഉത്സാഹം ഇല്ലാത്തവരായി തീരുന്നു. ഈവൻ കുടുംബജീവിതത്തിൽ നമുക്ക് കാണാം, ഭാര്യാഭർത്ത ബന്ധത്തിൽ പോലും കാണാം. ഉള്ളിലൊരു ബഹുമാനം, ഇഷ്ടം നഷ്ടപ്പെട്ടു പോയാൽ അവർ ഡിവേഴ്സ് ചെയ്യാതെ അങ്ങനെ അവരപ്പോഴേക്കും മക്കളൊക്കെ ഇനിയിപ്പോൾ എന്തിനാ ഫൈറ്റ് കൂടണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ, പക്ഷെ അവർക്ക് ആ ജീവിതത്തിൻ്റെ ഒരു ത്രില്ല് പോയിട്ടുണ്ടാവും. വെറും യാന്ത്രികമായിട്ട് അവർ ജയിക്കും, ഇല്ലേ? കണ്ടിട്ടില്ലേ എങ്ങനെ ആൾക്കാരെ? ഉണ്ടോ ഇല്ലയോ? അവർക്ക് തന്നെ അറിയാം, ഒരു നിർജീവമായ ജീവിതമാണ്. കാരണം മനസ്സും ശരീരമൊന്നും പൂർണ്ണമായും ഒരു ഉണർന്നുകൊണ്ടുള്ള ജീവിതം. അതായത് മനസ്സിന് മടുപ്പും ശരീരത്തിന് അധ്വാനവും, അല്ലെന്താ ജീവിതമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ കൂടുതൽ സൂയിസൈഡിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. കാരണം ഇനി എന്ത് ജീവിതം? ഇപ്പം ഇവിടെയൊക്കെയാണ് ഗീത നമുക്ക് വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കി തരുന്നത്. ഗീത ഒരു മാനസിക പരിവർത്തന ശാസ്ത്രമാണ്. മനസ്സിനെ ട്രാൻസ്ഫോം ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഈ 4-ാം അധ്യായത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഭഗവത്ഗീത എന്താണ് എന്ന ചോദ്യത്തിൽ